റോമർ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലന് താൻ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അതീവ താല്പര്യം ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഉപയോഗമില്ലാത്തതോ സ്ഥിരമല്ലാത്തതോ ഒന്നെന്ന പോലെ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം ലജ്ജിച്ചില്ല. രക്ഷയ്ക്കുള്ള ഏകമാർഗം, അതേപോലെ പാപമോചനത്താൽ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തി ഒടുവിൽ സ്വർഗത്തിലെത്തിക്കുവാൻ ഫലപ്രദമായ ദൈവശക്തിയും അതായിരുന്നുവെന്ന് തനിക്കറിയാമായിരുന്നു. നീതീകരണം, ദൈവത്തോടുള്ള സമാധാനം, വിശുദ്ധ ജീവിതം, തേജസ്കരണം ഇതെല്ലാം നേടിയെടുക്കുവാനുള്ള ഏകശക്തി ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമാണ്. ഈ സുവിശേഷത്തെ ലോകം മുഴുവൻ അറിയിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ ദൈവം സുവിശേഷം അറിയിക്കുന്നതിൽ നാം ലജ്ജിക്കാതിരുന്നാൽ നമ്മെയും മാനിക്കും. മത്തായി 10:33 മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും, ഏറ്റുപറയുന്നവനെ ഏറ്റുപറയുമെന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും സുവിശേഷം മറ്റുള്ളവരോട് പറയാം. ദൈവത്താൽ ജനം ആകർഷിക്കപ്പെട്ട് നിത്യതയ്ക്ക് അവകാശികളായി തീരട്ടെ. യോശുവ 24:15 ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് നാം വായിക്കുന്നു. യോശുവയ്ക്ക് യാതൊരു സംശയവും ഇല്ലാത്തൊരു തീരുമാനമായിരുന്നു അത്. തൻ്റെ കൂടെ ആര് വന്നാലും ഇല്ലെങ്കിലും താനും തൻ്റെ കുടുംബവും ആരെ സേവിക്കും എന്നുള്ള ഉറപ്പ്. അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടെ ഉണ്ടായിരുന്നതായി നാം വായിക്കുന്നില്ല. അവരോട് അഭിപ്രായം ചോദിച്ചതായി നാം ഇവിടെ കാണുന്നില്ല. തൻ്റെ തീരുമാനത്തോട് തൻ്റെ കുടുംബം ചേർന്ന് നിൽക്കുമെന്നും ഈ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയൊരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മോശയുടെ കൂടെ തൻ്റെ ചെറിയ പ്രായം മുതൽ ആയിരുന്ന യോശുവയ്ക്ക് താൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് മറ്റൊരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. നമുക്കും ഇങ്ങനെ പറയാൻ കഴിയണം. നമ്മെ രക്ഷിച്ച, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഓരോ നിമിഷവും ജയോത്സവമായി നടത്തുന്ന ഈ ദൈവത്തെ നമുക്കും കുടുംബമായി സേവിക്കുവാൻ കഴിയട്ടെ. വേറെ ആരെ എന്തിനെ സേവിച്ചാലും അത് ഈ ഭൂമി കൊണ്ട് തീരും. എന്നാൽ ഈ യേശുവിൻ്റെ പിന്നാലെ നിന്നാൽ പ്രതിഫലം വലുതാണ് ഈ ഭൂമിയിലും നിത്യതയിലും. അതുകൊണ്ട് നമുക്കും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ കുടുംബമായി യേശുവിനെ സേവിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ അങ്ങയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.